അനുമോളെ കുറ്റപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ, ആദിലയും നൂറയും കൂടി. കാരണം അനു ഈ ഒരു അനീഷ് വന്ന് പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ അതിൽ ഒരുപാട് പേടിച്ചിരുന്നു. അതിനുശേഷം അത് തുറന്നു പറയുന്നത് ആദിലയോടും നൂറയോടുമാണ്. നൂറയോടാണ് ഫസ്റ്റ് പറയുന്നത്. നൂറയോട് പറയുമ്പോൾ നൂറ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അനു ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നത്, ഞാനെന്ത് പറയാനാ, ഞാനിത് മുന്നേ എക്സ്പെക്റ്റ് ചെയ്ത കാര്യം തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ അനു ചോദിക്കുന്നത് അതെന്താന്ന് ചോദിക്കുന്നു. കാരണം നീ തന്നെയാണ് തെറ്റുകാരി, നീ ഇത്രയധികം ഇടപഴകാൻ പാടില്ലായിരുന്നു അനീഷേട്ടനോട്. അനീഷേട്ടനെ നിനക്ക് അറിയാവുന്നതല്ലേ, പുള്ളി എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. നീ ഒരുപാട് അയാളോട് ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ അയാൾ ചിലപ്പം കരുതിയിട്ടുണ്ടാവാം നിനക്ക് ഇഷ്ടമാണെന്ന്. നിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുമ്പോൾ നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അനീഷേട്ടൻ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ടായിരിക്കാം നിന്നോട് വന്നിട്ട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കയ്യിൽ നിന്നും പോയിട്ട് തന്നെ ആകും എന്നും നൂറ പറയുന്നുണ്ട്. അപ്പോൾ ആദില അനീഷിനോട് മിണ്ടാൻ ശ്രമിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അനീഷ് അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. അനീഷ് ഫുൾ കലിപ്പിലാണ്. ഇത് അനീഷിൻ്റെ ഗെയിമാണോ സ്ട്രാറ്റജി ആണോ എന്നൊന്നും അറിയില്ല. അനുമോൾ എന്തായാലും അനുമോളുടെ കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അനീഷിനോട്. പക്ഷേ ഇതിപ്പോൾ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവർ തമ്മിലുള്ള കോംബോയും സംസാരവും ഒക്കെ നല്ല ഒരു രീതിയിലായിരുന്നു ആളുകൾ എടുത്തുകൊണ്ടിരുന്നത്. ഇത് ഇങ്ങനെ പെട്ടെന്ന് അനീഷ് ഇങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ അനുവിനും ഇനി ആ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ തന്നെ അനീഷിനും ആ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അനീഷ് ജെനുവിനായിട്ടാണ് ഇത് പറയുന്നുണ്ടെങ്കിൽ ഇനി വെറും 9 ദിവസങ്ങൾ കൂടിയല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ പുറത്ത് പോയിട്ട് ഇത് എന്ത് മനോഹരമായിട്ട് അവതരിപ്പിക്കാമായിരുന്നു. ഇപ്പോൾ നല്ല കമ്പനി ആയിട്ടിരുന്ന 2 വ്യക്തികൾ വെറും അപരിചിതരും ഒരു ശത്രു കോംബോ പോലെ ആയിട്ടുണ്ട്.